ഈ ഇടയ്ക്കൊക്കെ വരുന്ന ഭയങ്കര മൂഡ് ഇറിറ്റേഷനും ആൻസൈറ്റിയും പിന്നെ ഇങ്ങനെ ചിരിച്ചിടാപ്പിന് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരിക, എല്ലാവരോടും ദേഷ്യപ്പെടുക, സ്വന്തമായിട്ട് ദേഷ്യപ്പെടുക, എല്ലാവരും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. എന്തുകൊണ്ടെന്നറിയാം, ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും എന്താ ഇങ്ങനെ, ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നേച്ചർ ഇല്ലായിരുന്നല്ലോ. സ്വന്തമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും, ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ആക്കും, കാണുന്നവരൊക്കെ ഇറിറ്റേറ്റ് ആക്കും. ഇങ്ങനെ ഒരു സ്വഭാവം എന്തുകൊണ്ടാണെന്നറിയാം ഇടയ്ക്ക് നമ്മൾക്ക് വരുന്നത്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനത് ഒരാഴ്ച 2 ആഴ്ചയിൽ കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോണ്ടല്ലോ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു നേച്ചർ വരും അകത്തോട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നല്ല ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഒരുപാട് ദൂരെയൊന്നും നിങ്ങൾ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്രകളൊന്നും ചെയ്യേണ്ട. നമ്മളെ വീടിൻ്റെ 1, 2, 3 കിലോമീറ്റർ അടുത്തുള്ള ഏതെങ്കിലും ഒരു പീസ്ഫുള്ളായ സ്ഥലത്തോട്ട് പോവുക, അടിച്ചു പൊളിക്കുക, കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുക്കുക, ഒന്ന് കാണുക, കാറ്റ് കൊണ്ടുവന്ന് പ്രകൃതിയെ അങ്ങനെ ആസ്വദിക്കാം. നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലിയൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ഫുള്ളായിട്ട് അതൊക്കെ ഒന്ന് മറന്ന് ഒന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് കൊടുക്കുക. ഒരു മീ ടൈം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രം എല്ലാം മറന്ന് കുഞ്ഞുങ്ങളെ പോലെ ആവുക, കുട്ടിത്തം കാണിക്കുക, കുഞ്ഞുങ്ങളെ പോലെ അങ്ങ് കളിച്ചും കൊഞ്ചിയും അങ്ങ് ഭയങ്കര. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം. എനിക്കങ്ങനെ തോന്നിയ എൻ്റെ കാര്യമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. മേ ബി ചില ആൾക്കാർക്ക് റിലേറ്റഡ് ആയിരിക്കാം. ഞാനങ്ങനെ കണ്ടിന്യൂ ഒരു 3-4 ആഴ്ചത്തെ ഡ്യൂട്ടിക്ക് ശേഷം ഒന്ന് ഇറിറ്റേഷൻ ആവാൻ തുടങ്ങിയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇറിറ്റേഷൻ ആവുക, ദേഷ്യം വരിക. അപ്പോൾ തന്നെ ജസ്റ്റ് എന്തിങ്ങനെ പുറത്ത് പോകുമ്പോൾ എല്ലാം അങ്ങ് മറക്കും, എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ആവും. സത്യമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം മറന്ന് വീണ്ടും ഒരു വീക്ക് അല്ലെങ്കിൽ ന്യൂ മന്തിലോട്ട് വീണ്ടും നമ്മളൊന്നും കൂടെ റീഫ്രഷ് ആയിട്ട് വരും. അങ്ങനെ ഇതാ അടിപൊളി. എന്നെപ്പോലെ ഒരുപാട് പേര് ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളും അമ്മമാരും വല്യമ്മമാരും എല്ലാവരും കൂടെ. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ സ്വീറ്റ് കോൺ കിട്ടുന്ന സമയമാണ്. അതിങ്ങനെ മസാലയൊക്കെ തേച്ച് നല്ല ചുട്ടെടുക്കുന്നത്, അത് വാങ്ങിക്കാൻ വേണ്ടി പോയി. सॉफ्ट वाला देसी चाहिए, सुनो सॉफ्ट वाला चाहिए हमें। एक मिलेगा नहीं, ये देखिए इधर बीच में से दाने नहीं है, थोड़े बहुत आगे से ये देसी है। अब देसी हो अमेरिकन हो जो भी हो दे दो आप जल्दी बस। देसी वाले से कम नहीं देना। അങ്ങനെ പോയി കോണൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും ഞങ്ങൾ കുറേ കഥകളും തമാശയൊക്കെ പറഞ്ഞു തന്നു. ഈ വന്നിരിക്കുന്ന 4 പേര് ഒരു വീട്ടിലായിട്ടോ. ഞങ്ങളെല്ലാവരും ഒരു ഫ്ലാറ്റ് താമസിക്കുന്ന ആൾക്കാരാണ്. ഇന്നെന്തോ എൻ്റെ മൂഡ് ശരിയാക്കാനാണെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു കാറ്റായിരുന്നു കേട്ടോ. നല്ല മൂഡിങ്ങനെ ഫ്രഷ് കാറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ സ്വീറ്റ് കോണും കൂടെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനുണ്ടല്ലോ. നല്ല മാച്ചിങ് വൈബായിരുന്നു കേട്ടോ. സീസണിലുള്ള സ്വീറ്റ് കോൺ ആയതുകൊണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ പിന്നെ കാറ്റടിച്ച് പിന്നെ ഇച്ചിരി തണുത്തപ്പോൾ എന്നാൽ പിന്നെ ഒരു ചൂടുള്ള കോഫിയും കൂടി ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നതാണ്. ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം എപ്പോഴും ആളുകളാട്ടോ. ഫുഡിൻ്റെ സ്റ്റോളൊക്കെ ഫുൾ ടൈം വർക്കാണ്. ഇവിടെ നല്ല അടിപൊളി പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ പബ്ബിലും റെസ്റ്റോറൻറ്റിലും എല്ലാം ഫുൾ ആൾക്കാരാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ജോലി ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ കാലം ചെയ്യുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ നമുക്ക് വരും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചൊന്ന് പുറത്ത് കറങ്ങി നല്ല ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒന്ന് കഴിച്ച് അടിച്ച് വിളിച്ചത് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ മൂഡൊക്കെ ശരിയാവും കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ മെഡിസിൻ. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് ഒട്ടും ലേറ്റ് ആക്കാതെ ഫ്ലാറ്റിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.